നമുക്ക് ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഗ്യാസ് ഇല്ലാണ്ട് കുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കെറ്റിലാണ് നമ്മുടെ കുക്കിംഗ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഷെഫ്. ഹായ് ഷെഫ്. അപ്പൊ ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? കെറ്റിൽ കേസരി. അപ്പോൾ നമ്മൾ നേരത്തെ ഇതിന് മുന്നേ കെറ്റിൽ ഉപ്മ, കെറ്റിൽ തട്ടിക്കൂട്ട് പൊട്ടക്കറി ആൻഡ് തെറ്റിൽ കഞ്ഞി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്, വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫോൺ എന്തോ പ്രശ്നം അങ്ങനെ അപ്ലോഡ് ആവണില്ല. അപ്പോൾ ഇന്ന് ഷോർട്സ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെ കെറ്റിൽ കേസരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. കെറ്റിൽ നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. കെറ്റിലിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. കഞ്ഞിയും മുട്ടയും എന്താ എല്ലാം ഇതിലാണ് ഞങ്ങൾ കുക്ക് ചെയ്യുന്നത്. എല്ലാം അതിൽ തന്നെ ചെയ്യുന്നത്. അപ്പോൾ നട്ട്സൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. വേറെ എന്തൊക്കെയാണ് വേണ്ടത് കേസരിക്ക്? ഗീ വേണം, പിന്നെ റവ വേണം. നമുക്ക് ഉണ്ടാക്കി പരിചയമില്ലായിരിക്കും, ഇവിടെ പരിചയം കാണില്ലല്ലോ. അപ്പം ഉണ്ടാക്കിയിട്ട് കാണാം. ഓക്കെ. അപ്പം നമ്മുടെ കേസരിക്കുള്ള ഗീ റെഡിയാണ്, റവ റെഡിയാണ്, പഞ്ചസാര റെഡിയാണ്, നട്ട്സ് റെഡിയാണ്, കെറ്റിൽ റെഡിയാണ്, വെള്ളം റെഡിയാണ്. ഇനി നമ്മൾ റവ ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലേ? റവയും നട്ട്സും റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കെറ്റിൽ. 10 രൂപയുടെ ഗീ ആണ് ഗൈസ്. 10 രൂപയ്ക്കൊക്കെ ഇവിടെ ഗീ കിട്ടും. നമ്മളത് കെറ്റിനകത്ത് ഗീ ഒഴിച്ച് അടിപൊളി കെറ്റിനകത്ത് ഗീ ഒഴിച്ചിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കാൻ വേണ്ടി പോവാണ്. അതിലേക്ക് നട്സിടുന്നു. പുകയോടെ പുക 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 പുക. ഓ നൈസ്. ഓ കരിഞ്ഞ എല്ലാ നട്ട്സും അതിനകത്തേക്ക് ഇടുന്ന പ്രക്രിയ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റോസ്റ്റ് ചെയ്ത നട്ട്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ റവ വേവിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. വെള്ളം ഒഴിക്കാൻ വേണ്ടി പോവാണ്. ഇങ്ങനെ പേടിക്കലാണ്. വെള്ളം ഒഴിച്ചു. നമ്മൾ ഇപ്പോൾ പഞ്ചസാര തിളച്ച വെള്ളത്തിലേക്ക് ഇടുന്നു. മതി, ഇത്രയൊക്കെ മതി. പഞ്ചസാര ഇത്രയൊക്കെ മതി. ഇനി റവ ഇടണ്ടേ? ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഗൈസ്. അതായത് നമ്മൾ കേസരി കളർ പൗഡർ മേടിച്ചിട്ടുണ്ട്. നമ്മൾ വളരെ കുറച്ചിട്ടുന്നുള്ളൂ കേട്ടോ. തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ കളർ ഇങ്ങനെ ചൂട് കൈപ്പൊള്ളി സൈഡിൽ കൂടി ഇട്ട് സൈഡിൽ കൂടി ഇട്ട് കുറച്ച് കളർ പൗഡർ ഇട്ടു. ഓക്കെ, പൗഡർ ഇട്ടിട്ടുണ്ട്. അത്ര മതിയായിരിക്കും. കളർ കൂടുതൽ നമ്മളിപ്പോൾ ഇതിലേക്ക് റവ ഇടുകയാണ്. 1 2 3 റവയും കൂടി ഒന്ന് തിളച്ച് വരണം ഗൈസ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ സ്പൂണിട്ട് ഇളക്കാൻ നിന്നാൽ നിങ്ങളുടെ കൈ പൊള്ളി പൊണ്ടാരം ഇളകും. അതുകൊണ്ട് ഇതുപോലെ ചട്ടകം വെച്ചിട്ട് ഇളക്കും ഗൈസ്. ചെറുതായിട്ടൊന്ന് അടി പിടിച്ചു, വെള്ളം കൂടി പോയി. അതുകൊണ്ട് നമ്മൾ കേസരി മാറ്റിയിട്ട് റവക്കഞ്ഞി ആക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മുടെ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ലിക്വിഡ് ഫോം തന്നെയാണ്, കാരണം അടി പിടിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ കേസരിയുടെ മേളിൽ നമ്മൾ നട്ട്സൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ബ്യൂട്ടിഫുൾ, മറ്റേ ബ്യൂട്ടിഫുൾ. അങ്ങനെ നമ്മുടെ കെറ്റിൽ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കെറ്റിൽ ഉണ്ടാക്കിയ കേസരിയാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കഴിച്ച് നോക്കുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.